ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? ഞാനിപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞൊരു സേമിയ പായസം ഉണ്ടാക്കണം. കുഞ്ഞൊരു മടക്ക് ദോശയല്ല, ഗോതമ്പ് കലക്കി അട ഉണ്ടാക്കണം. അപ്പം ഞാൻ പൊടിച്ച് വെച്ച ഏലക്ക അങ്ങ് തീർന്നു കേട്ടോ. ഏലക്കാപ്പൊടി അങ്ങ് തീർന്നു. കാര്യം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് ഡെയിലി പൊടി വേണമായിരുന്നല്ലോ. അപ്പോൾ ഏലക്കാപ്പൊടി അങ്ങ് തീർന്ന്. ഇത് ഉലുവ പൊടിച്ചതാണ് കേട്ടോ. ഉലുവയുടെ നല്ല മണം. ടിഷ്യൂ അങ്ങ് തീർന്ന്. തുണി വെച്ച് തുടച്ചിട്ട് ഒരു തൃപ്തിയാവുന്നില്ല കേട്ടോ. ഇച്ചിരി നനവുണ്ട്. അപ്പം നമുക്ക് ഏലക്കാപ്പൊടിക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല വൃത്തിക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് പൊടിച്ചെടുക്കാം കൂട്ടുകാരെ. ഇത് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും മുടങ്ങാതെ ഇന്നലെ ദിലീപും പറഞ്ഞു, ചേച്ചി വീഡിയോ എടുക്കാൻ നോക്ക്, വീഡിയോ ഇടണമെന്ന്. അപ്പം ഞാൻ പൊടിച്ചെടുക്കട്ടെ. ഇതേ കണ്ട നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പഞ്ചസാര ഇട്ടാലേ പെട്ടെന്ന് പൊടിയും. ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇന്നും ഇതുപോലെ എണീറ്റാൽ മതിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പക്ഷെ ഇന്നലെ കിടന്നപ്പം 2 മണിയായി കേട്ടോ. ആ പണ്ടാരത്തി കാര്യം പറഞ്ഞിരിക്കുമായിരുന്നു. ആരാന്നറിയാം? എൻ്റെ അനിയത്തി. ജോലി തീർന്നതിനോടുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പായസം ആദ്യം നോക്കല്ലേ. കാര്യം എനിക്ക് പാക്ക് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അത് ചൂട് ആകട്ടെ. നമുക്ക് പായസത്തിലുള്ളത് എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇത് ഓൾറെഡി വറുത്ത സേമിയ കണ്ടോ. ഈ കുഞ്ഞു പൊടിയ നൈസായിട്ടുള്ള സേമിയയില്ലേ, അതാ. നെയ്യാണ് കേട്ടോ. ഇവിടെ നെയ്ക്കൊക്കെ എന്തോ വിലയാണ്, ഭയങ്കര വിലയാണ്. ഇന്ന് ഞാൻ പായസം ഇതിനകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, ഇതിനകത്ത് ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വെള്ളം
എടുക്കുകയും ചെയ്തു. അപ്പുറത്തെ അണ്ണന്മാർ ചേട്ടന്മാർ നാട്ടിൽ ഫോണിൽ സംസാരിക്കുക. ചൂടായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുന്നു. പിന്നെ രേഖക്കുട്ടി രേഖ നമ്പ്യാർ വീഡിയോൻ്റെ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ചക്കര അടിപൊളി പാട്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടത്. ഞാനൊരു പാട്ടൊക്കെ എത്ര തവണ കേട്ടു എന്നറിയാമോ? അതിനെന്നെ അനിയത്തിയൊക്കെ വഴക്ക് പറയുമായിരുന്നു, ഈ ചേച്ചി എത്ര തവണ ഇത് കേട്ട് അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ കുറേ പ്രാവശ്യം കേട്ടു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോടാ. വീഡിയോ ഇനി ഇടണം കേട്ടോ. എരുമപ്പാട്ടൊന്നും അല്ല, നല്ല അടിപൊളി സൂപ്പർ പാട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ആങ്ങളെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്, ദിലീപ് ചേച്ചി വീഡിയോ ഇടണേ വീഡിയോ ഇടാൻ നോക്കി. ഞങ്ങളെല്ലാവരും ചേച്ചിക്കൊപ്പം ഉണ്ടത്. ചേച്ചി വീഡിയോ ഇട്ടുവോന്ന് പറഞ്ഞു. അപ്പം ദിലീപ് പറഞ്ഞതുകൊണ്ട് ഞാൻ മടി കൂടാതെ രാവിലെ എണീറ്റ് വന്ന് എടുക്കുവാണ് വീഡിയോ. വരക്കാൻ തോന്നും. ചേട്ടൻ നാട്ടിൽ വിളിച്ച് ഒച്ച വെച്ച് സംസാരിക്കുന്നു. ഉമ്മീശ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പാലല്ല ചേർക്കുന്നത്, പാൽപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഏത് ഭാഷയാണോ ആവോ? കേൾക്കുന്നുണ്ടോ? തമിഴും അല്ല കേട്ടോ, ഇവർ തമിഴര. പക്ഷെ തമിഴും അല്ല, അത് വേറൊരു ഭാഷയാണ്. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് പറയുന്നത്, അവരും കിച്ചണിൽ കുക്ക് ഉണ്ട് കേട്ടോ, അവരിങ്ങോട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ചിലതൊക്കെ മനസ്സിലാവും, ഞാൻ പക്ഷെ മലയാളത്തിൽ അങ്ങോട്ട് പറയുന്നത്. ഒരു ദിവസമേ അവരുടെ ഇതിൽ ഒരടുപ്പേ ഞാനിവിടെ വെപ്പിക്കത്തുള്ളൂ. ഇതെൻ്റെ അടുപ്പാണ് കേട്ടോ. അപ്പോൾ അവർക്കും അടുപ്പുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കിച്ചൺ ആയതുകൊണ്ട് നിൽക്കാൻ സൗകര്യമില്ല. നിന്ന് രണ്ട് കൂട്ടർക്ക് നിന്ന് കുക്ക് ചെയ്യാൻ സൗകര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ, അപ്പോൾ പുള്ളിക്കാരൻ കിച്ചണിൽ എന്തോ അടുപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞ്, വെളിയിൽ നിന്നുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ്, നല്ല വണ്ണമുള്ള 2 പേര്, അവർ അളിയനും. അപ്പം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അതങ്ങ് ഓഫാക്കിയേക്കാൻ. അപ്പോൾ ചെറിയ തീയിലിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിങ്ങിന് കയറി വന്നു. അപ്പോൾ അവരുടെ തീർന്നു. അപ്പോൾ എന്തോ അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടേക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അതങ്ങ് ഓഫാക്കിയേക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി കയറി റൂമിൽ പോയി കേട്ടോ. റൂമിൽ പോയി. ഞാനിവിടെ ഇത് ഭയങ്കര പാചകമാണ്. അപ്പോഴേ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പുള്ളി തന്നെ വന്ന് ഓഫാക്കി. എനിക്ക് മനസ്സിലായില്ല എന്തോ പറഞ്ഞതെന്ന്. അങ്ങനത്തെ ഞാൻ എന്ത് ഭാഷയാണ് ഈ സംസാരിക്കുന്നത് എനിക്കറിഞ്ഞൂടോ. ഇച്ചിരി പാൽപ്പൊടി നമുക്ക് ഉറയാക്കാനെ കൊണ്ട് കാച്ചി വയ്ക്കണം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പെട്ടെന്ന് വേഗം കേട്ടോ. ഇത് ഞാൻ ഈസായിട്ടുള്ള സേമിയാണ് കേട്ടോ. എന്തു റെഡിയായി.
ചേർത്ത് ഏലക്കായും ചേർക്കാം. ചെറിയ ആളാണോ മൂത്താളാണോ ഇത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടോ? വീട്ടിൽ വിളിച്ച് വൈകുന്നേരമായിരുന്നു, പൈസ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾക്ക് പാല് കലക്കിയത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്തില്ല. എനിക്ക് ഒത്തിരി വേണം പഞ്ചസാര അല്ലേ, ഒത്തിരി അല്ല മധുരമാണ്. ഏലക്കപ്പൊടി ഇടാം. സ്പൂൺ ഇതിനകത്ത് തന്നെ കിട്ടും. ഇച്ചിരി കൂടി ക്യാഷ്നട്ട്. സേമിയ പായസം ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇത് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും, കുറുകുന്ന്. ക്യാഷ്നട്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, വീണ്ടും കിടക്കും. ക്യാഷ്നട്ട് ഇത് രണ്ടായിട്ട് പൊട്ടിക്കും കേട്ടോ. രണ്ടായിട്ട് പൊട്ടിക്കാൻ നോക്കി അത് പൊടിഞ്ഞു പോയി. ഇതിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇത് തിളച്ച് മറിയും ചിലപ്പം കേട്ടോ.
മതി. ഇത് നമുക്കിതിന് വാങ്ങി വയ്ക്കാൻ കേട്ടോ. പറഞ്ഞില്ലേ, കൂടെ നിന്നില്ലെങ്കിൽ മറിഞ്ഞു പോകും. നമുക്കിത് ക്യാഷിനിട്ട് വറുത്തിടാൻ കേട്ടോ. ദിലീപ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പായസത്തിന് കടു വറുത്തോന്നു. പായസത്തിന് കടു വറക്കട്ടെ കേട്ടോ ദിലീപേ. ശകലം മതി, ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇത് വറുത്തപ്പോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ. ചുമ്മാ വെള്ളിയാഴ്ചയല്ലേ, ചുമ്മാ ഒരു രസം, അതിനുണ്ടാക്കിയത് ഇത് കേട്ടോ. വെള്ളിയാഴ്ച സ്പെഷ്യൽ. അടുത്ത ഗോതമ്പ് കലക്കിയില്ല. ഞാൻ ഗോതമ്പ് കലക്കത്തില്ലായിരുന്നു, അട ഉണ്ടാക്കത്തില്ലായിരുന്നു. എന്താണെന്നറിയാം, ആ പുറത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ. ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഞാൻ ഇന്നലെ ഉപ്പുമാവായിരുന്നു. അപ്പോൾ അതേ ദിലീപ് പായസത്തിൻ്റെ കടു വറുത്തതുണ്ടോ. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, തുറന്ന് തന്നെ ഞാനിത് വെച്ചേക്കുവാണേ. കാര്യം ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് പ്ലാസ്റ്റിക് അല്ലേ. നിങ്ങൾ വിചാരിക്കും ഞാൻ അടുപ്പ് ഓഫാക്കാൻ എന്താ, ദോശ അട ഉണ്ടാക്കണ്ടേ. ഗോതമ്പ് പൊടി കേട്ടോ. ഇനി നമുക്ക് ഗോതമ്പ് കലക്കിയെടുക്കാം. നമുക്ക് അടയ്ക്കുള്ള തേങ്ങ ഞാൻ എടുത്തു. ശകലം ഉണ്ടാക്കുന്നില്ല, ആ ചെറുതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളിനിയിപ്പോൾ ഉടനെ കഴിക്കത്തില്ല. പഞ്ചസാര, ഏലക്കാപ്പൊടിയാണ്. ഞാനിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, കാര്യം എന്താണെന്നറിയാമോ, തേങ്ങ കട്ടിയായിട്ട് ഇരിക്കുക. ഞാൻ ഫസ്റ്റിലേ അതാണ് പായസം ഉണ്ടാക്കിയത്. കാര്യം തേങ്ങയൊന്ന് ഐസൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും നേരം ഇരുന്നിട്ടും കണ്ടില്ലേ. രാവിലെ ചൂട്, ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ദാഹം കേട്ടോ. തണുത്ത വെള്ളം കുടിക്കാൻ തോന്നുന്നു.
ചേട്ടാ ടിഷ്യൂ ഇരിപ്പുണ്ടോ? ആ, ഒരിച്ചിരി തരുമോ? ടിഷ്യൂ എന്തിനാ ചോദിച്ചതെന്നറിയോ? ഇതുപോലെ എണ്ണ പുരട്ടാൻ. എൻ്റെ തീർന്നു പോയി ടിഷ്യൂ. ഇന്ന് കടയിൽ പോവാണെന്നുണ്ടെങ്കിൽ മേടിക്കണം. കടയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് മടിക്കുവാണ്. കാര്യം എനിക്ക് അത്യാവശ്യം ഒരു ഷൂ മേടിക്കണം കേട്ടോ. ഞാൻ കൈയൊന്ന് കഴുകിയിട്ട് വരട്ടെ. കുറച്ച് കലക്കുള്ളൂ കേട്ടോ. ഒത്തിരി വലുതാക്കുന്നില്ല, കുഞ്ഞായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നതിന് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കാനായിട്ട് പോയി ഫ്രിഡ്ജിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി തണുത്ത വെള്ളമില്ല. അതേപോലെ തിരിച്ചു കഴിഞ്ഞു. ഇപ്പം വന്നപ്പോൾ വെക്കാൻ സ്ഥലമില്ലല്ലോ കൂട്ടുകാരെ. ശരി പറയണ രാത്രിയിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ പാക്ക് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. കണ്ട നമ്മുടെ ഗോതമ്പട. ഇതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് ഞാൻ ഇന്നലെ പാത്രത്തിൽ വിളപ്പിച്ചിട്ട് ഞാൻ എന്തായാലും പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കിട്ട് പറ്റുന്നില്ല. കൂട്ടുകാരെ, നമ്മൾ അത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ട ഇത്ര ഉണ്ടാക്കിയുള്ളൂ. നല്ല സേമിയ അത് കാണിക്കായി കട്ടിയായിട്ടുണ്ട് കേട്ടോ. അല്ല
പായസം എന്തുകൊണ്ട് ഞാൻ ഇന്നലെ വിളമ്പി വെച്ചിരുന്നത് കണ്ടോ, രാത്രിയിലെടുത്ത് വെച്ചതാണ്. നമുക്കിതിനകത്തോട്ട് ശകലം അച്ചാറിട്ട് കൊടുക്കാം. അച്ചാറിൻ്റെ തീരാറായിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് ആക്കിയത് നമുക്ക് ചിക്കൻ കറി എടുത്ത് വയ്ക്കാം. കറി ഇന്നലെ വൈകിട്ടുണ്ടാക്കിയത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ. ചൂടാക്കുന്നില്ല, മൊത്തത്തിൽ ചൂടാക്കി കഴിഞ്ഞാലേ കേടായി. ഫുഡ് വന്ന് എപ്പോഴായിരിക്കും എടുക്കുന്നതെന്ന് അറിയാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലേറ്റാവും വരാൻ. ഗ്രേവി കട്ടിയായിരിക്കുമോ? ഗ്രേവി എടുക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ. ചിക്കൻ്റെ കാലൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ചിക്കൻ്റെ കാലെടുത്ത് വെച്ചാൽ ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. ഗ്രേവി ഇത് ചൂടാക്കിയാലേ കിട്ടത്തില്ല. എന്താണെന്നറിയാം, കട്ടിയായിരിക്കുമോ. ചൂടാക്കിയാൽ പിന്നെ പുറത്ത് വയ്ക്കാനും പറ്റത്തില്ല, ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഉച്ചയാകും. അല്ലാത്ത 2 കഷ്ണം വെച്ചിരുന്നു. ഇതിന് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. ഇത് നമ്മൾ കവറിനകത്ത് ആക്കി ഇനി പായസം പായ്ക്കുക. ചെറിയ ചൂടുണ്ട് കേട്ടോ. സലാഡ് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാട്ടോ. ഫുഡ് റെഡി. ഞാൻ ഇച്ചിരി പാൽപ്പൊടിയും കൂടെ കലക്കി കാച്ചി വെക്കിട്ട്, കാര്യം ഒഴിക്കാനുണ്ട്. നാളെ കറി വയ്ക്കാൻ എന്തായാലും വരാം. നാളെ കറി വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ മോർണിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ പായസം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം കേട്ടോ. ഓക്കെ, ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്.
അടിപൊളി മധുരവും നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശകലം ഉണ്ടാക്കുന്ന ദിവസം ഇവിടെ തികയത്തില്ലേ. ഇന്ന് നോക്കിക്കണേ, കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ആയിരുന്നു. ഞാൻ ഇച്ചിരി ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരും വരെയും ബൈ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ ലൈവ് ഇടാനും. എല്ലാവരും വരണേ ലൈവിലെ. അപ്പോൾ ബൈ.